ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വർഷത്തെ ആദ്യത്തെ നീണ്ട അവധിക്കാലമായിരിക്കും യുഎഇയിൽ ചെറിയ പെരുന്നാളിന് ലഭിക്കുക. യുഎഇ നിവാസികൾക്ക് ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ 5 ദിവസം വരെ അവധി ലഭിച്ചേക്കും. ചന്ദ്രൻ എപ്പോൾ ദൃശ്യമാകും എന്നതിനെ ആശ്രയിച്ച് വാരാന്ത്യം ഉൾപ്പെടെ ഇടവേള 4-5 ദിവസം നീണ്ടുനിൽക്കും. ഈദ് തീയതിയുടെ ജ്യോതിശാസ്ത്ര കണക്കുകൂട്ടലുകൾ പ്രകാരം 5 ദിവസത്തെ അവധി ലഭിക്കാനാണ് സാധ്യത. അതേസമയം ഇസ്ലാം കലണ്ടർ മാസമായ റമദാന് ശേഷം വരുന്ന മാസമാണ് ഷവ്വാൽ. ഷവ്വാൽ 1-ാം തീയതിയാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. റമസാൻ 29 അല്ലെങ്കിൽ 30 ദിവസം വരെ നീണ്ടുനിൽക്കും. ചന്ദ്രക്കല ദൃശ്യമാകുന്നതിനെ ആശ്രയിച്ച് ഇസ്ലാമിക ഹിജ്രി മാസങ്ങൾ 29 അല്ലെങ്കിൽ 30 ദിവസം വരെ നീണ്ടുനിൽക്കുന്നു. ചന്ദ്രക്കല ആകാശത്ത് വീക്ഷിക്കുന്നതിനായി യുഎഇ ചന്ദ്രക്കല സമിതി റമദാൻ 29-ന് യോഗം ചേരും. കണ്ടെത്തിയാൽ റമദാൻ 29 ദിവസത്തിൽ അവസാനിക്കും. യുഎഇയിലെ പെരുന്നാൾ അവധി മാർച്ച് 30 മുതൽ ഏപ്രിൽ 1 വരെയാണ്. അവധിക്ക് മുമ്പുള്ള വാരാന്ത്യ അവധികൾ കൂടി കൂട്ടിയാൽ 4 ദിവസത്തെ അവധിയാകും. ഇനി 29-ന് ചന്ദ്രനെ കണ്ടില്ലെങ്കിൽ റമദാൻ 30 ദിവസം പൂർത്തീകരിക്കും. അപ്പോൾ ഏപ്രിൽ 1-നായിരിക്കും ചെറിയ പെരുന്നാൾ. മാർച്ച് 30 മുതൽ ഏപ്രിൽ 2 വരെയായിരിക്കും അവധി ലഭിക്കുക. അവധിക്ക് മുമ്പുള്ള വാരാന്ത്യവും കൂട്ടുമ്പോൾ 5 ദിവസത്തെ അവധിയാണ് ലഭിക്കുക. അതേസമയം ദുബൈ ജ്യോതിശാസ്ത്ര വിഭാഗത്തിന്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം റമസാൻ 30 ലഭിക്കാൻ സാധ്യതയുണ്ട്. യുഎഇയിലെ ഫെഡറൽ ഗവൺമെന്റ് ജീവനക്കാർക്ക് രാജ്യത്തിന് പുറത്തുനിന്നും വിദൂരമായി ജോലി ചെയ്യാൻ അനുവാദം നൽകുന്ന പുതിയ തൊഴിൽ സംവിധാനത്തിന് യുഎഇ മന്ത്രിസഭ അംഗീകാരം നൽകി. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സർക്കാർ പദ്ധതികൾ, പഠനങ്ങൾ, പ്രത്യേക ജോലികൾ തുടങ്ങിയ മേഖലകളിലേക്ക് അന്താരാഷ്ട്ര പ്രതിഭകളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത്. ഖസർ അൽ വതനിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ 2031 രാജ്യത്തിന്റെ വാർഷിക വിദേശ നേരിട്ടുള്ള നിക്ഷേപം ഇരട്ടിയേക്കാൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ 6 വർഷത്തെ ദേശീയ നിക്ഷേപ തന്ത്രത്തിനും അംഗീകാരം നൽകി. ബിസിനസിനും മൂലധനത്തിനുമുള്ള ആഗോള കേന്ദ്രമെന്ന നിലയിൽ രാജ്യത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്താനാണ് ഈ നീക്കം. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികളുടെ ക്ഷാമം രൂക്ഷമായതായി റിപ്പോർട്ട്. രാജ്യത്തെ വീട്ടുജോലിക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകൾ വെളിപ്പെടുത്തുന്നു. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷന്റെ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 30,377 ഗാർഹിക തൊഴിലാളികളാണ് രാജ്യത്ത് കുറഞ്ഞത്. 2023 മധ്യത്തിൽ കുവൈറ്റിലെ മൊത്തം ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം ഏകദേശം 8,11,307 ആയിരുന്നു. എന്നാൽ 2024 ഡിസംബർ അവസാനത്തോടെ ഇവരുടെ എണ്ണം 7,80,930 കുറഞ്ഞു. ഗാർഹിക തൊഴിൽ മേഖലയിലെ ഈ പ്രതിസന്ധിക്ക് നിരവധി കാരണങ്ങളാണ് ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റിലെ നടപടിക്രമങ്ങൾ കൂടുതൽ കർശനമാക്കിയത് ഈ കുറവിന് കാരണമായതായും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റിന് വലിയ ഫീസ് ചുമത്തിയത് ചില ഏഷ്യൻ രാജ്യങ്ങൾ കുവൈറ്റിലേക്ക് തൊഴിലാളികളെ അയക്കാൻ വിമുഖത കാണിക്കുന്നതിലേക്ക് നയിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വിശുദ്ധ റമളാൻ മാസം പ്രമാണിച്ച് മക്കയിൽ ഉംറ തീർത്ഥാടകരുടെയും ആരാധകരുടെയും വൻ തിരക്ക്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിശ്വാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും റമളാനിലെ വാർഷിക ഉംറ സീസണിൽ മക്കയിലെ ഗ്രാൻഡ് പള്ളിയിൽ അവരുടെ കർമ്മങ്ങൾ എളുപ്പത്തിലും സുഗമായും നിർവഹിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതിനുമായി ആഭ്യന്തര മന്ത്രാലയം ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഗ്രാൻഡ് പള്ളിയിലേക്കും അതിന്റെ മുറ്റങ്ങളിലേക്കും ഏതെങ്കിലും രീതിയിലുള്ള ആയുധങ്ങളോ മൂർച്ചയുള്ള ഉപകരണങ്ങളോ കൊണ്ടുവരരുതെന്നാണ് നിർദ്ദേശങ്ങളിലൊന്ന്. ഏതെങ്കിലും ആവശ്യത്തിനായി സംഭാവനകൾ ശേഖരിക്കുക. സെൻട്രൽ ഹറം ഏരിയയിലെ മുറ്റങ്ങളിലേക്കും അതിലേക്ക് നയിക്കുന്ന റോഡുകളിലേക്കും മോട്ടോർ സൈക്കിളുകളും സൈക്കിളുകളും കൊണ്ടുവരുന്നതും വിലക്കിയിട്ടുണ്ട്. ഗ്രാൻഡ് പള്ളിയിലും അതിന്റെ മുറ്റങ്ങളിലും പുകവലി, യാചന, വിൽപ്പന എന്നിവ നടത്തുന്നതും ലഗേജുകളും വ്യക്തിഗത വസ്തുക്കളും കൊണ്ടുപോവുക, അവ ഗ്രാൻഡ് പള്ളിക്കുള്ളിൽ നിന്നോ പുറത്തുനിന്നോ ജനാലകളിൽ തൂക്കിയിടുക, അവ മുറ്റത്ത് ഉപേക്ഷിക്കുക തുടങ്ങി തവാഫ്, സായി, പ്രാർത്ഥന എന്നിവ നടത്തുമ്പോൾ തീർത്ഥാടകരുടെയും ആരാധകരുടെയും മനസ്സമാധാനത്തെ ബാധിക്കുന്ന ഏതൊരു പ്രവൃത്തിയും മന്ത്രാലയം നിരോധിച്ചു.
പൊതുഗതാഗത ബസ്സുകൾ, ഹറമൈൻ ഹൈസ്പീഡ് ട്രെയിൻ, സ്വകാര്യ വാഹനങ്ങൾ, ടാക്സികൾ, ഷട്ടിൽ ബസ്സുകൾ എന്നിവ വഴി ഉംറയ്ക്കോ പ്രാർത്ഥനയ്ക്കോ വേണ്ടി ഗ്രാൻഡ് പള്ളിയിൽ എത്തിച്ചേരുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു. മക്കയ്ക്കകത്തും പുറത്തുമുള്ള പാർക്കിംഗ് സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉംറ തീർത്ഥാടകർക്കുള്ള ഡിജിറ്റൽ മാർഗനിർദ്ദേശങ്ങളിൽ ത്വവാഫിന് ലഭ്യമായ സ്ഥലങ്ങളും അവയിലേക്ക് നയിക്കുന്ന വഴികളും അറിയിക്കുന്ന സന്ദേശങ്ങളും ഉൾപ്പെടും. ഗ്രാൻഡ് മോസ്കിന്റെ പ്രവേശന കവാടങ്ങളിലും അതിന്റെ മുറ്റങ്ങളിലുടനീളം ദിശാസൂചന അടയാളങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഉംറയും പ്രാർത്ഥനകളും എളുപ്പത്തിൽ നിർവഹിക്കുമ്പോൾ സന്ദർശകർക്ക് അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കുന്ന വിവിധ ടിപ്സുകളും സന്ദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വ്രതമാസമായ റമലാൻ പ്രമാണിച്ച് തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് മക്കയിലെ മസ്ജിദുൽ ഹറമിലും മദീനയിലെ പ്രവാചക പള്ളിയിലും അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു ദിവസം ഹറമിലെത്തുന്ന ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. 5 ലക്ഷം ഉംറ തീർത്ഥാടകരാണ് അന്ന് മക്കയിലെ ഹറമിലെത്തിയത്. കുവൈറ്റിലെ ജീവനക്കാർക്ക് ഒരു മാസത്തെ ശമ്പളം അടുത്ത മാസം 7-ാം തീയതിക്കകം നൽകണമെന്ന് തൊഴിലുടമകൾക്ക് നിർദ്ദേശം. കുവൈറ്റ് തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം പുറത്തിറക്കിയത്. ശമ്പളം നൽകേണ്ട സമയത്തിന് 7 ദിവസം കഴിഞ്ഞ ശേഷവും ശമ്പളം നൽകാത്ത കമ്പനികൾക്കെതിരെ രാജ്യത്തെ തൊഴിൽ നിയമപ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മാൻപവർ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. തൊഴിൽ നിയമങ്ങളുടെ അനുസരണവും വേതന സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി അതോറിറ്റിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ ആഴ്ച ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ഈ മുന്നറിയിപ്പ്. വേതന ലംഘനങ്ങൾ തടയുന്നതിനും തൊഴിലാളികൾക്ക് സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനുമാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതെന്ന് കുവൈറ്റ് അധികൃതർ എടുത്തു പറഞ്ഞു. പേയ്മെന്റ് സമയപരിധി ലംഘിക്കുന്നത് നിയമപരമായ കുറ്റകൃത്യമായി കണക്കാക്കി ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മാൻപവർ അതോറിറ്റി വ്യക്തമാക്കി. ജീവനക്കാരുടെ ശമ്പളം ബാങ്ക് അക്കൗണ്ട് വഴിയായിരിക്കണം നൽകേണ്ടതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. 200-ൽ കൂടുതൽ ജീവനക്കാരെ ഉൾക്കൊള്ളുന്ന ഏതൊരു സ്ഥാപനത്തിലും ലൈസൻസുള്ള ഒരു നഴ്സിന്റെ മേൽനോട്ടത്തിൽ ഒരു പ്രഥമ ശുശ്രൂഷ മുറി നൽകണമെന്നതാണ് മാൻപവർ അതോറിറ്റി മുന്നോട്ട് വെച്ച മറ്റൊരു നിർദ്ദേശം. തൊഴിലാളികളുടെ ലേബർ ഹൗസിംഗ് സൗകര്യങ്ങൾ അവരുടെ താമസത്തിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്നും മറ്റൊരു ആവശ്യത്തിനു വേണ്ടിയും അവ ഉപയോഗപ്പെടുത്തരുതെന്നും അധികൃതർ വ്യക്തമാക്കി. ലേബർ ഹൗസിംഗ് കേന്ദ്രങ്ങളുടെ പരിസരത്ത് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ സുരക്ഷാ ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. താമസക്കാരുടെ എണ്ണത്തിന് ആനുപാതികമായി ഭവന സാഹചര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് താമസ സ്ഥലങ്ങളിൽ തൊഴിലാളികൾക്ക് മതിയായ സൗകര്യങ്ങൾ നൽകിയിരിക്കണം. കെട്ടിടങ്ങളുടെ പതിവ് അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി നടക്കുന്നുണ്ടോ എന്ന് തൊഴിലുടമകൾ ഉറപ്പാക്കേണ്ടതുണ്ട്. തൊഴിൽ നിയമങ്ങൾ കമ്പനികൾ കർശനമായി പാലിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് പരിശോധന തുടരുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.